ഏറെ പ്രയാസമേറിയത് നിങ്ങൾക്ക് അനായാസമാക്കുന്നൊരു ദൈവകൃപ ഇന്ന് രാവിലെ വ്യാപരിക്കുന്നു. നിങ്ങളെക്കാൾ ബലമേറിയ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ ശക്തമായി വിടുവിക്കുന്ന ഒരു കൃപ നിങ്ങൾക്കായിട്ട് നിറങ്ങി വരും. പകയോടെ നിങ്ങളെ നോക്കുന്ന, അത് പല കാരണങ്ങളാൽ നിങ്ങളോട് അസൂയ പൂണ്ട് നിങ്ങളെ ദ്രോഹിക്കുന്ന പലരുടെയും പ്രതികാര നടപടികളുടെ ഇടയിൽ ഞാൻ ഇതിനൊക്കെ ഇരയായി പോകുമല്ലോ എന്നോർത്ത് വിഷമിക്കുകയാണ്. പേടിക്കേണ്ട, യേശുവിൻ്റെ കരം നിങ്ങൾക്കായി നീട്ടപ്പെടാൻ പോവുകയാണ്. നിങ്ങളെ പിടിക്കുവാൻ, പിടിച്ചുയർത്തുവാൻ ഉയരത്തിൽ നിന്നും യേശുവിൻ്റെ കരം ഇന്ന് രാവിലെ നീട്ടപ്പെടുന്നു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 18-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വചനം, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അടുത്ത വാക്ക് കേട്ടോണേ, അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, പകയ്ക്കുന്നവരുടെ പക്കൽ നിന്നും, നമ്മളെക്കാൾ ബലമേറിയവരുടെ ഇഷ്ടങ്ങളിൽ നിന്നും പ്രതികാരങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയുള്ള തൃക്കരം നമുക്കായിട്ട് ഇന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നീട്ടപ്പെടുകയാണ്. ദൈവം കൈനീട്ടുന്നു, എന്നെ പിടിക്കുന്നു, വലിച്ചിങ്ങെടുക്കുകയാണ്. ഉയരത്തിൽ നിന്നൊരു കഴുകൻ താഴേക്ക് പറന്നിറങ്ങുന്നത് തനിക്കിഷ്ടപ്പെട്ട ഇരയെ റാഞ്ചാനാണ്. കഴുകൻ്റെ ചിറകിലെന്ന പോലെ മിസ്രയീമിൽ നിന്നും നിങ്ങളെ ഞാൻ എൻ്റെ ചിറകിൻ്റെ മേലാണ് വഹിച്ചു കൊണ്ടുവന്നതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അകപ്പെട്ടു പോകുന്ന ചില വല്ലാത്ത വൈഷമ്യതകളുടെ നടുവിൽ ജീവിതമങ്ങ് തീർന്നു പോകാതെ അതിൻ്റെ അകത്തു നിന്നും നമ്മളെ റാഞ്ചിക്കൊണ്ട് തൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്ന ആ തള്ളക്കഴുകനാണ് കർത്താവായ യേശു. ധൈര്യത്തോടും വിശ്വാസത്തോടും ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ വലിയ കരം എനിക്കായിട്ട് ഇന്ന് നീട്ടപ്പെടും. ദൈവത്തിൻ്റെ കൈ നീട്ടപ്പെട്ടാൽ നമുക്ക് വേണ്ടി അവിടുന്ന് ചെയ്യുന്ന സവിശേഷമായ ചില ശ്രേഷ്ഠതകളെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഇന്നത്തെ ദൂതിൽ കർത്താവ് എനിക്ക് നിയോഗം തന്നിട്ടുള്ളത്. ദൈവം കരം നീട്ടുന്നത് എന്തിനെയോ ഒന്നിനെ പിടിക്കാൻ വേണ്ടിയാണ്. വെറുതെ ഒരു രസത്തിന് ആ കൈ ചലിക്കാറില്ല. ആ കൈ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൈയെ അനക്കാൻ പര്യാപ്തമായ എന്തോ ഒരു വലിയ കാരണമുണ്ട്. ദൈവത്തിൻ്റെ കൈയെ ചലിപ്പിക്കാൻ തക്കവിധം പര്യാപ്തമായിരിക്കുന്ന ആ കാരണം ഒരുപക്ഷെ ഈ ദിവസങ്ങളിലെ നിന്റെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയായിരിക്കാം, ദൈവസന്നിധിയിലുള്ള നിന്റെ നിലവിളിയായിരിക്കാം. ചില നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഉത്തരം വെളിപ്പെടുവാനുള്ളൊരു സമയമായിരിക്കാം ആ കരത്തെ നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്നതിൻ്റെ കാരണം. മറ്റൊരു വശത്തൂടെ പറഞ്ഞാൽ, നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത എന്തോ ചില വലിയ കാര്യങ്ങൾക്കകത്ത് സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് മനസ്സ് പതറി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരേണ്ടതിനായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ആ കരം ചലിക്കാൻ പോകുന്നത്. കാര്യപ്രസക്തമായ എന്തോ ഒരു മഹാകാരണത്താൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമണ്ഡലങ്ങളിൽ ചലിക്കുകയാണ്. ഒന്ന് ഞാൻ പറയാം, നിന്റെ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണീർത്തുള്ളികൾ നിലത്ത് വീണ് ചിതറിയപ്പോൾ ഉയരത്തിൽ ലോകത്താർക്കും ചലിപ്പിക്കാൻ കഴിയാത്ത ശക്തിയുള്ള ആ മഹാഭുജം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സന്നദ്ധമാവുകയായിരുന്നു. നീ മുട്ടുമടക്കിയപ്പോൾ ഉയരത്തിലെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടാൻ തുടങ്ങി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് പരിഹരിപ്പാൻ കഴിയാത്ത വിഷയത്തിൽ നീ അകപ്പെടാൻ തുടങ്ങുന്ന ഈ നാഴികയിൽ നിന്റെ ജീവിതത്തിന് മീതെ ഉയരാൻ പോകുന്ന ഈ വല്ലാത്ത പ്രശ്നത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചെടുക്കേണ്ടതിന് എൻ്റെ കരം ദൈവവൈതലേ നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, പെരുവെള്ളത്തിൽ നിന്ന് ആ വലിയ കരം നമ്മളെ വലിച്ചെടുക്കും. തലയുടെ മീതെ ഒഴുകുന്ന ഓളങ്ങൾ, നമ്മളെ മുക്കിക്കളയുന്ന വിധത്തിലുള്ള ചില വല്ലാത്ത വിഷയങ്ങൾ, ഇന്ന് പകൽ അത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളോ, നിങ്ങൾ നേരിടുന്ന ചില തർക്ക വിഷയങ്ങളോ, ചില നിയമപരമായ ഇടപാടുകളോ ആകാം.
നിങ്ങൾക്കൊരിക്കലും തല പൊക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ചില വല്ലാത്ത പ്രശ്നങ്ങളുടെ അകത്ത് നിന്റെ തലയ്ക്ക് മീതെ ഓളങ്ങൾ ഒഴുകാതെ വിധം അതിനകത്തു നിന്നും ഉയരത്തിലെ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കൈ താണിറങ്ങി വന്ന് നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ച് നിങ്ങളെ വലിച്ചുയർത്താൻ പോകുകയാണ്. ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില വല്ലാത്ത ജീവിത പ്രശ്നങ്ങൾക്കകത്ത് നട്ടം തിരിയുന്ന, ഇനി എനിക്ക് കൈകാലുകൾ ചലിപ്പിക്കാനാകില്ല കർത്താവേ, ഞാൻ ഇതിൻ്റെ നടുവിൽ തളർന്നു പോകുകയാണ് എന്നുള്ള വേദനയോടുകൂടെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ആവലാതി പറയുന്ന കർത്താവിൻ്റെ കുഞ്ഞെ, ഇനി നിന്റെ കൈകാൽ ബലത്തിലല്ല നിന്റെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കപ്പെടാൻ പോകുന്നത്. തളർന്നു താഴുന്നവൻ്റെ ജീവിതത്തിൻ്റെ അരികിൽ നീട്ടപ്പെടുന്നൊരു ബലമുള്ള ഭുജമുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ ആരും സഹായിക്കാനില്ലാത്തൊരു വല്ലാത്ത ദുർഘട നേരത്ത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പത്രോസ്ലീഹ ആ ദൈവപ്രവൃത്തിയെ നേരിട്ട് കണ്ടു. തലയ്ക്ക് മീതെ രാക്ഷസ തിരമാലകൾ ഉയരുന്ന വല്ലാത്ത നേരത്ത് തൻ്റെ തലയ്ക്ക് മീതെ ഉയരുന്ന തിരകളെ കാൽക്കീഴാക്കിക്കൊണ്ട് മുങ്ങിത്താഴുന്ന തന്നെ വലിച്ചുയർത്താൻ തൻ്റെ ജീവിതത്തിന് നേരെ നീട്ടപ്പെട്ട ഒരു കരമുണ്ട് കേട്ടോ. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾക്കകത്തേക്ക് ആ സ്നേഹത്തിൻ്റെ തൃക്കരം ഇന്ന് രാവിലെ നീട്ടപ്പെടുകയാണ്. നീ മുങ്ങിത്താഴുമെന്ന് വിധി എഴുതിയിരിക്കുന്ന ചിലർ, നിന്റെ അധപ്പതനം കാണാൻ നോക്കിയിരിക്കുന്ന ചില മനുഷ്യർ, നിന്നെ മൂടാൻ വേണ്ടി കച്ചകെട്ടി എരച്ചു വരുന്ന ചില തിരമാലകൾ, അതിൻ്റെ നടുവിൽ ഒരുവൻ പ്രത്യക്ഷപ്പെടുകയാണ്. നിന്നെ വല്ലാതെ കുഴയ്ക്കുന്ന വിഷയത്തിൻ്റെ ഉത്തരവുമായി യേശു എന്ന് വെളിപ്പെട്ടു വരും. നീ മുങ്ങിത്താഴുമെന്ന് വിചാരിക്കുന്ന വല്ലാത്ത വിഷയത്തിൻ്റെ നടുവിൽ നിന്നും ദൈവത്തിൻ്റെ കൈ നിന്നെ വലിച്ചുയർത്തും. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. പെരുവെള്ളം പോലെ നിങ്ങൾക്ക് നേരെ അലറിയെടുക്കുന്ന ഏത് പ്രശ്നമായാലും സമാധാനപ്പെട്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നദികളിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നദികളിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ കഴുത്തോളം വരികയില്ലെന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ ഒഴുകുവാൻ ഓളങ്ങൾ ഉയരുന്ന മാത്രയിൽ ഉയരത്തിൽ അതിനേക്കാളും മീതെ എന്നൊരു കരം താണിറങ്ങി വരും. എത്ര പ്രകമ്പനത്തോടുകൂടെ ഉയർന്നു വരുന്ന ഓളങ്ങളായാലും അതിൻ്റെ മീതെ എന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു തിരുക്കരം ഇന്ന് രാവിലെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം എന്നെ കൂടുതൽ ശക്തനാക്കുന്നു, ധൈര്യശാലിയാക്കുന്നു. എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം എന്നോട് ഇത് സംസാരിക്കുന്നുവെന്ന് ഉറപ്പുള്ള കർത്താവിൻ്റെ പൈതലേ, നിന്റെ കരങ്ങളെ നീ ഉയർത്തി യേശുവിന് സ്തോത്രം കൊടുക്കുക. ആ കരം നീട്ടപ്പെട്ടിരിക്കുന്നത് നിന്നെ വലിച്ചുയർത്താനാണ്. 1, ആ കൈ എന്നെ പിടിക്കും. 2, ആ കരം എന്നെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചുയർത്തും. 3-ാമത്തെ കാര്യം, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനാണ് ആ കരം വെളിപ്പെടുന്നത്. നിനക്ക് നേരെ എതിര് നിൽക്കുന്ന ഒരു ഏറ്റവും ബലമുള്ള മനുഷ്യരായാലും, അത് ശാരീരിക ബലമോ രാഷ്ട്രീയ ബലമോ പിടിപാടുകളോ മറ്റ് ഏത് വിധത്തിലുള്ളതായ മണി പവറോ എന്തുണ്ടെങ്കിലും, നിസ്സഹായനായ ഞാൻ ഇതിൻ്റെയൊക്കെ മുമ്പിൽ എൻ്റെ കർത്താവേ എന്ത് ചെയ്യുമെന്നോർത്ത് നീ വ്യാകുലപ്പെടുകയാണോ? പേടിക്കണ്ട, പേടിക്കണ്ട. ഇസ്രായേലിന് വേണ്ടി ഫറവോനെ വകവരുത്തിയൊരു കരത്തെ എനിക്കറിയാം. തിരുസഭയ്ക്ക് വേണ്ടി ഹെരോദാവിനെ അടിച്ചൊരു കൈ എനിക്കറിയാം. ഇന്ന് രാവിലെ ചില വല്ലാത്ത ബലമുള്ള ശത്രുവിൻ്റെ മുമ്പിൽ, പോരാട്ടങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ എന്ന് പറയുന്ന നിന്നെ നോക്കി ഞാൻ പറയുന്നു, ഉയരത്തിലെ കൈ ഇന്ന് രാവിലെ നീട്ടപ്പെടുന്നത് ദുർബലനായ നിനക്ക് അഭയം തരാനാണ്. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയരുതേ. യേശു എൻ്റെ കൂടെയുണ്ടെന്ന് മാത്രം പറയുക. എൻ്റെ കരം നിന്നെ വിട്ടു പോവുകയില്ല എന്ന് ദൈവം നിന്നോട് പറയുന്നു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. യേശുവിൻ്റെ ബലമുള്ള ഭുജം, ജീസസ്, ഒരുപാട് മാനസികമായി തളർന്നിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ദൈവശബ്ദം വെളിപ്പെടുന്നു. ഞാൻ നിന്നെ മുറുകെ പിടിക്കുകയാണ്. ബലമുള്ള ശത്രു, അതേത് മാന്ത്രിക ബലമായാലും, അതേത് ആഭിചാരത്തിൻ്റെ ബലമായാലും, അതേത് ക്രൂര ശാപത്തിൻ്റെ ബലമായാലും, അതേത് ശക്തിയുണ്ടെന്ന് പറയുന്ന പൈശാചിക ആധിപത്യങ്ങളുടെ ബലമായാലും,
അതിൻ്റെ കയ്യിൽ നീ വലിച്ച് കീറപ്പെടാത്ത വിധം നിന്നെ രക്ഷിപ്പാൻ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള ബലത്തിൻ്റെ ഭുജം ഇന്ന് രാവിലെ വെളിപ്പെടുന്നു. ക്രൂശിന് ബന്ധിക്കാൻ കഴിയാഞ്ഞ കരങ്ങൾ, കാരിരുമ്പാണികളാൽ അടിച്ച് ബന്ധിക്കാൻ കഴിയാതിരുന്ന കരങ്ങൾ പിന്നെയും ഉയർത്തി തൻ്റെ ശിഷ്യരെ അനുഗ്രഹിച്ച അശ്രേഷ്ഠമായ പരിശുദ്ധ കരങ്ങൾ തന്നെ ബലമുള്ള ശത്രുവിന് നേരെ നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. ഇന്ന് രാവിലെ ഒരു വിടുതൽ ദൈവത്തിന്റെ ആത്മാവ് അയക്കുന്നു. ഒരു ജയം നിനക്ക് എഴുതുന്നു. ഇന്ന് നീ പോകുന്ന പരീക്ഷയിൽ, ഇന്ന് നീ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ കർത്താവിന്റെ കുഞ്ഞേ നിന്നെ കരികിലായി ഇറങ്ങുകയാണ്. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും ഉയരത്തിലെ നീട്ടപ്പെടുന്ന കൈ എന്നെ വിടുവിക്കുന്നു. ആമേൻ. അടുത്ത വാക്ക്, എന്നെ പകയ്ക്കുന്നവരുടെ പക്കൽ നിന്ന് എന്നെ വിടുവിക്കും. പകയുള്ള മനുഷ്യർ, ഒരുപക്ഷെ നിങ്ങൾ ഒരു ദ്രോഹവും അവർക്ക് ചെയ്തിട്ടുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല അനുഭവം കാണുമ്പോൾ ചിലർക്ക് സഹിക്കാൻ കഴിയില്ല. അസൂയ മൂത്ത് എനിക്കില്ലാത്തതൊക്കെ അവനുണ്ടാകുന്നു, അവൾക്കുണ്ടാകുന്നു, നല്ല നിലയിലാണ്. ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ അസൂയ മൂത്ത് കയീൻ ഹാബേലിന് നേരെ കല്ലെടുത്തവനെ കൊല്ലാൻ തയ്യാറായതുപോലെ നിങ്ങൾക്ക് നേരെ നശീകരണത്തിൻ്റെ തന്ത്രങ്ങളുമായി പകയോടെ എഴുന്നേൽക്കുന്ന ചില മനുഷ്യരുടെ ക്രോധത്തിൻ്റെ അകത്ത് നിന്ന്, പിടിവാശിയുടെയും പകയുടെയും അകത്ത് നിന്നും നിന്നെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൈവകരം. കടിയനുറുമ്പ് നിറഞ്ഞ ഒരു ഇടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരമ്മ വന്ന് എടുത്തോണ്ട് പോകുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, നിന്നെ വല്ലാതെ പകയ്ക്കുന്ന ചില പ്രതിരോധികളുടെ നടുവിൽ നിന്നും നിന്നെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഏറ്റെടുക്കുകയാണ്. ഇനി അതിൻ്റെ നടുവിലിരുന്ന് പീഡ അനുഭവിക്കാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ പൈതലേ നിന്നോട് പറയുന്നു. ആമേൻ. പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നൊരു വിടുതൽ ഇന്ന് രാവിലെ വരികയാണ്. നിങ്ങളുടെ ഭൃത്യരിൽ നിങ്ങൾക്ക് പകയുണ്ടാകാം. നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് അസൂയയും പകയും നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനത്തിന് ഓപ്പണന്റായി നിൽക്കുന്ന ഇതര സ്വഭാവമുള്ള മറ്റ് സംരംഭങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേരെ പകയുണ്ടാകാം. ആ പകമൂത്ത് നിങ്ങളെ നശിപ്പിക്കുവാൻ അവർ ഏതുവിധ ആയുധങ്ങളും തന്ത്രങ്ങളും പ്രയോഗിച്ചു എന്നും വരാം. പക്ഷെ അത് നിനക്ക് നേരെ ഫലിക്കുകയില്ല. കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ്. ആമേൻ. അടുത്തത്, എന്നിലും ബലമേറിയവരായിരുന്നു അവർ, എന്നിലും ബലമേറിയവരായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ബലവും അവരുടെ ബലവും തട്ടിച്ചു നോക്കുമ്പോൾ ആനയും ഉറുമ്പും പോലെ ഉള്ളൂ എങ്കിലും സിംഹവും ആട്ടിൻകുട്ടിയും പോലെ എന്നായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ബലഹീനനായ നിനക്ക് വേണ്ടി ബലവാന്റെ കരം ഇന്ന് രംഗത്ത് വരും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്നിൽ ഏകാജിത്തരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. അതേ, ആ ബലമുള്ള ഭുജം ഇന്ന് രാവിലെ നമുക്കായി നീട്ടപ്പെടുകയാണ്. ആമേൻ. നിന്നിലും ബലമേറിയവർ ബലഹീനനായ നിന്റെ മുമ്പിൽ ഇന്ന് രാവിലെ മുട്ടുമടക്കുമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളെക്കാൾ ശക്തർ, നിങ്ങളെക്കാൾ വലിപ്പമുള്ളവർ, നിങ്ങളെക്കാൾ അതികായകരായവർ നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന നിലയിൽ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ ഭുജം അവർക്ക് നേരെ നിങ്ങൾക്കായി നീട്ടപ്പെടുന്ന ദിവസമാണ്. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാത്ത വിധം എനിക്ക് വേണ്ടി ബലമുള്ള കർത്താവിൻ്റെ ഭുജം ഇതാ നീട്ടപ്പെടുകയാണ്. ആമേൻ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്തു. ആമേൻ. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അരുളി ചെയ്ത ദൈവിക ദൂതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥനെ, ഇന്ന് രാവിലെ അനേക ജീവിത ആവശ്യങ്ങളുമായി തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കരം നീട്ടപ്പെടുന്നതിനായിട്ട് സ്തോത്രം. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും നിശ്ചയമെന്ന് അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഉയരത്തിലെ കരം ഇന്ന് രാവിലെ നീട്ടപ്പെടുന്നല്ലോ. ഞങ്ങളെ തൊടുവാൻ, ഞങ്ങളെ പിടിക്കുവാൻ, ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ ശക്തീകരിപ്പാൻ ദൈവഭുജത്തിൻ്റെ ചലനം ഞങ്ങൾക്കായി അയക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം.
ലോകമെമ്പാടും ഇന്ന് ഈ ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ, നിയോഗങ്ങൾ എന്തെല്ലാം തന്നെ ആയാലും അതിൻ്റെ മേലെല്ലാം വിടുതലും വിജയവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് എക്സാമുകൾ നടക്കുന്നു. ഇന്ന് പകൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. CBSE എക്സാം എഴുതുന്ന ഓരോ പൈതങ്ങളെയും, ICSE എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, കർത്താവെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകലൊരു വലിയ വിജയം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായി വരട്ടെ. മഹാസന്തോഷം കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. വലിയ ധൈര്യത്തോടും സമാധാനത്തോടും ഇന്ന് അവർ പരീക്ഷാ ഹാളുകളിലേക്ക് പോകട്ടെ. അവരിടുന്ന പേനയിൽ, അവരിയ്ക്കുന്ന സ്ഥലത്തെല്ലാം ഒരു ദൈവിക അഭിഷേകം വ്യാപരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി തുറന്നു കൊടുക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എത്ര പ്രയാസമേറിയതും നിങ്ങൾക്ക് അനായാസമാക്കുന്നൊരു ദൈവകൃപ വ്യാപരിക്കുകയാണ്. കർത്താവായ യേശുവപ്പ നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഞായറാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധന നടക്കുന്നു. അവിടെ വന്ന് നിങ്ങൾക്ക് പോലീസ് പരേഡ് ഗ്രൗണ്ടിലോട്ട് കയറുന്നതിന് തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് ഈ ആരാധന നടക്കുന്നത്. ലിഫ്റ്റിൽ കയറി 7 എന്ന നമ്പർ ഞെക്കിയാൽ നിങ്ങൾക്ക് അവിടേക്ക് സുഗമമായി വന്ന് ആരാധന കൂടി മടങ്ങിപ്പോകാം. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവായ യേശു മശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.